പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ നിന്നാണ് സംസാരിക്കുന്നതെന്നുകൊണ്ട് മറയിടരുത് എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഈയിടെ മറ കീറി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാനിന്ന് വിട്ടില്ലായി. കൊട്ടാരക്കരയിൽ നിന്ന് സ്വന്തം നാട്ടുകാരെ നോക്കി കള്ളങ്ങൾ വിളിച്ച് പറയേണ്ടെന്ന് വിചാരിച്ച് കുറേ സത്യങ്ങൾ പറഞ്ഞു. അതും കഴിഞ്ഞ് ഞാൻ കൊച്ചിയിൽ ചെന്നിറങ്ങിയപ്പോൾ ഞാൻ ആരെക്കുറിച്ച് പറഞ്ഞു, അയാൾ ഓഫീസിൻ്റെ വരാന്തയിൽ നിൽപ്പുണ്ട്. അപ്പോഴാണ് ഞാൻ അതിൻ്റെ അപകടം മനസ്സിലാക്കി. ആകെ 85-90 പേരുള്ള ഒരു സദസ്സിൽ വെച്ചായിരുന്നു ഞാൻ ഈ പരമരഹസ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടത്. അവിടുന്ന് തത്സമയ സംപ്രേഷണം ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ അത് ലൈവായിരുന്നു. ഇപ്പോഴും 2 ലൈവുണ്ട്, ഞാൻ കാണുന്നു. അതുകൊണ്ട് നേരെ തിരിച്ച് കൊച്ചിയിലേക്കാണ് പോകേണ്ടതെന്നുള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളായിരിക്കും സംസാരിക്കുമ്പോൾ. ഞാനും നികേഷും ഒക്കെ ടെലിവിഷൻ അവതാരകരാണ്. നികേഷ് ഇപ്പം കുറച്ച് റിട്ടയർമെൻ്റ് എടുത്തിരിക്കുകയാണെങ്കിൽ പോലും ഞാൻ ഇത്രയും ഏതാണ്ടൊരു 2015 ഈ ഫ്ലവേഴ്സ് TV സംപ്രേഷണം ആരംഭിക്കുന്നത്. ഇത് കുറച്ച് കാലം കഴിഞ്ഞൊരു 2018 ഡിസംബറൊക്കെ ആയപ്പം 24 സംപ്രേഷണം തുടങ്ങി. ഒരു ഡിജിറ്റൽ ശൃംഖലയും ഈ നെറ്റ്വർക്കിലുണ്ട്. എൻ്റെ നാട്ടുകാരോട് ഞാൻ മനസ്സ് തുറന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് തിരിച്ചറിയുന്നൊരു സത്യം എന്താണെന്നറിയാമോ? അവതാരകൻ്റെ ജീവിതം ഏറ്റവും സുഖകരം. നികേഷ് വന്ന് നെഞ്ചത്തടിച്ച് പറയും. കാരണം ഒരു അവതാരകൻ്റെ കുപ്പായം എടുത്ത് ഞാൻ ടെലിവിഷൻ സ്ക്രീനിലേക്ക് വന്നത് 1993 ഡിസംബറിലാണ്. നിങ്ങൾക്കറിയാം, 93 ഒരു ഓണക്കാലത്താണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ആരംഭിക്കുന്നത്. വളരെ തുടക്കം മുതലേ തന്നെ ഏഷ്യാനെറ്റിനൊപ്പം സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. ഈ അവതാരകനായുള്ളൊരു സുഖം എന്താണെന്ന് ചോദിച്ചാൽ, ജോലിക്കാരനൊന്നും ആവരുത്. നമ്മൾ അവതരിപ്പിച്ചു, നമ്മുടെ പൈസയും വാങ്ങിച്ചു. ഈ ജോലി ചെയ്ത 24 മണിക്കൂർ നമ്മുടെ ഈ പരിപാടി നന്നാക്കാൻ വേണ്ടി ജോലി എടുത്ത പ്രൊഡ്യൂസറെ 4 ചീത്തയും വിളിച്ചിട്ട് എവനെയൊക്കെ പിടിച്ച് പ്രൊഡ്യൂസറാക്കി ഇതൊക്കെ ഏഷ്യാനെറ്റിലെ നടക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കടന്നു പോവാം. എൻ്റെ ഭാര്യയുടെയും എൻ്റെ 2 കുട്ടികളുടെയും കാര്യം മാത്രം നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് മതി നാട്ടുകാരുടെ പ്രശ്നങ്ങൾ. എന്നാൽ ഇന്നതല്ല. നമുക്ക് പ്രത്യക്ഷമായിട്ട് ഒരു 550-600 ജീവനക്കാരുണ്ട്, പരോക്ഷമായിട്ടൊരു 1000 ആൾക്കാരുമുണ്ട്. ഞാൻ എന്താലോചിക്കുമ്പോഴും എവിടെ കഞ്ഞുകൂടി മുട്ടിക്കാൻ പാടില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ഈ ടെലിവിഷൻ സ്ക്രീനിൽ നിന്ന് പറയാറുണ്ട്, വളരെ വൈവിധ്യമാർന്ന ഒരു പരസ്യമല്ല തരാൻ പോകുന്നത്, കഞ്ഞി കുടിക്കണം, അതുകൊണ്ട് ഈ പരസ്യം കാണിക്കുകയാണെന്ന് എൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ ഞാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീട്ടിലിരുന്ന് ടെലിവിഷൻ ചാനൽ കാണുമ്പോൾ, ഞാൻ ഈ പത്രമാധ്യമത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പത്രമാധ്യമത്തിൻ്റെ കാര്യം പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ നവംബർ 1 മുതൽ ഞാൻ തൃപ്പൂണിത്തുറയിലേക്ക് താമസം മാറ്റി. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ 1-2 പത്രങ്ങൾ ഞാൻ വീട്ടിൽ വരുത്താറുണ്ട്. തൃപ്പൂണിത്തുറയിലേക്ക് മാറിയ സാഹചര്യത്തിൽ ഞാൻ ഒരു പത്രത്തിലേക്ക് ചുരുക്കാൻ തീരുമാനിച്ചു. കാര്യം അത്രയധികം പത്രങ്ങൾ ഓഫീസിൽ വരുത്തുന്നുണ്ടല്ലോ. എന്നാൽ ഇന്നലെ എൻ്റെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന എൻ്റെ ഇളയ മകൻ എന്നെ ഞെട്ടിച്ചു. ഞാൻ പറഞ്ഞു, വീട്ടിലുള്ള പിള്ളേരൊക്കെ പത്രം വായിക്കട്ടെ എന്ന് കരുതിയാണ് രാവിലെ ഒരു പത്രം വീട്ടിൽ വരുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അങ്ങനെ ഒരു പത്രം വീട്ടിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. നവംബർ 1 മുതൽ വീട്ടിൽ പത്രം വന്ന് തുടങ്ങിയതാണ്. അവനൊരു പുതിയ തലമുറയുടെ ന്യൂജൻ്റെ ആളാണ്. ഇവിടെ നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ ആളുകളൊക്കെ പറയുന്ന AI കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് പത്രരംഗം വല്ലാത്ത ശ്വാസം മുട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സർക്കുലേഷൻ ഒരിക്കലും പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളൊക്കെ തന്നെ ABC കണക്ക് കൊണ്ട് ഒരു കാലത്ത് നമ്മുടെ വായനക്കാരെ ഞെട്ടിച്ചുവെങ്കിൽ അതേ കണക്ക് ഇന്ന് അവരെ ശ്വാസം മുട്ടിക്കുന്നു എന്നതുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ടെലിവിഷനിൽ മാത്രമായി ഇത് പരിമിതപ്പെടുത്തുകയാണ്. കോർപ്പറേറ്റുകൾ മാധ്യമലോകം അടക്കി വാഴുന്നു എന്നാണ് നമ്മൾ ഇവിടെ കരയാൻ തുടങ്ങിയത്. ഞാൻ നിങ്ങളോട് തുറന്നൊരു കാര്യം ചോദിക്കട്ടെ. ഏത് രംഗത്താണ് കോർപ്പറേറ്റുകൾ കേരളത്തിൽ കടന്നു കയറാത്തത്? കോർപ്പറേറ്റുകൾ തന്നെ പല സ്വഭാവക്കാരാണ്. ലോക്കൽ കോർപ്പറേറ്റുകളുണ്ട്, നാഷണൽ കോർപ്പറേറ്റുകളുണ്ട്, മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനികളുണ്ട്. അപ്പോൾ ഈ കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് എളുപ്പം ചെയ്യാവുന്നൊരു പണിയാണ് കണ്ണിമാങ്ങ പറിച്ച് ഉപ്പിലിട്ട് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുക. ഇന്ന് നിങ്ങൾ 4-5 പേരൂടെ ചേർന്ന്, ഞാൻ എൻ്റെ നാട്ടുകാരെ വേണ്ടി രഹസ്യം പറയുകയാണ്, 4-5 സ്ത്രീകൾ ചേർന്ന് കണ്ണിമാങ്ങ ഉപ്പിലിട്ട്
അതിൻ്റെ ചേരുവകളൊക്കെ ചേർത്ത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നല്ല കവറൊക്കെ ചെയ്ത് വിദേശത്തേക്ക് അയച്ചാൽ നല്ലൊരു സ്ഥാപനമാണ്. അത് കുറേ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ ഒരു MNC വരും, ഒരു ബഹിരാഷ്ട്ര കമ്പനി വരും. കേരളത്തിലെ നിങ്ങൾ അറിയപ്പെടുന്ന കറി പൗഡറുകൾ, പുട്ടുപൊടി, അതുപോലെ നിങ്ങളറിയുന്ന ആശുപത്രികൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളിലും ഇപ്പോൾ ഒരു കോർപ്പറേറ്റിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, പേര് മാത്രമേ പഴയതുള്ളൂ. നമ്മുടെ ടെലിവിഷൻ കമ്പനികളും ഒക്കെ തന്നെ വലിയ വലിയ കോർപ്പറേറ്റുകൾക്ക് മുന്നിലാണ്. നിങ്ങൾ കോർപ്പറേറ്റ് എന്ന് വിളിക്കുന്നത് നിക്ഷേപത്തിലാണോ അവതരണത്തിലാണോ എന്നുള്ള കാര്യം ഞാൻ പറയാം. ഞാൻ വാർത്താവിതരണ വകുപ്പ് മന്ത്രിയായ പ്രകാശ് ജാവദേക്കറെ ഒരു ദിവസം കൊച്ചിയിൽ വെച്ച് കണ്ടു. നമ്മളൊരാളെ കണ്ടുപോയാലൊക്കെ വലിയൊരു പ്രശ്നമായി മാറുന്ന കേരളമാണിത്. ഞാൻ വാർത്താവിതരണ മന്ത്രിയെ കോഴിക്കോട്ട് വെച്ച് കണ്ടപ്പോൾ CPM-ൻ്റെ അനുഭാവികൾ ഉൾപ്പെടെ ആളുകൾ എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ എഴുതി. ഐഷ മാം ഒക്കെ പറയുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. അവിടെ മനോരമയുടെ പത്രാധിപ സമിതി അംഗം ഉണ്ടായിരുന്നു, കൈരളി ചാനലിൻ്റെ ആളുണ്ടായിരുന്നു, കേരളത്തിലെ മിക്ക മാധ്യമ പ്രവർത്തകരും അവിടെ ഉണ്ടായി. കൈരളിക്കാർക്ക് അവർ ക്ഷണമില്ലായിരുന്നു എൻ്റെ തോന്നൽ, മീഡിയ ഒന്നും. മറ്റുള്ള മാധ്യമങ്ങൾ 10-18 മാധ്യമങ്ങളുണ്ട്, അവരുടെ ഒന്നും പേര് കണ്ടില്ല. മാത്രമല്ല, ഞാൻ ഈ അടുത്ത കാലമായിട്ട് കണ്ടെത്തിയ ഒരു നേട്ടം എന്താണെന്നറിയാമോ? 24 വാർത്താ ചാനലിൽ എന്ത് സംപ്രേഷണം ചെയ്താലും തന്തയ്ക്ക് വിളി മുഴുവൻ എനിക്കാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ടെൻഷനാണ്. ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ നോക്കിയിടെ ഈ വാർത്ത കൊടുക്കണം. ഇപ്പോൾ KN ബാലഗോപാലിനെ കുറിച്ച് നല്ലൊരു വാർത്ത പോയാൽ എനിക്ക് സന്തോഷമാണ്, മോശപ്പെട്ട വാർത്ത പോയാൽ ബാലഗോപാലിൻ്റെ ഫോൺ കോൾ എനിക്ക് തന്നെയായിരിക്കും വരിക. അതുകൊണ്ട് എപ്പോഴും എനിക്കൊരു ടെൻഷനാണ്. എന്ന് മാത്രവുമല്ല, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കൊട്ടാരക്കരയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ഭാര്യാസമേതനായിട്ടാണ് കൊച്ചിയിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് വന്നത്. എന്നാൽ ഈ സമ്മേളനത്തിലേക്ക് വരാൻ ഇവർ വിസമ്മതിച്ചു. ഞാനില്ല അങ്ങോട്ടെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ സ്ത്രീ ജനങ്ങളെ പരിഗണിക്കാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ പ്രവർത്തകരും പ്രവർത്തിക്കരുതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. എനിക്ക് പറയാൻ അതിലൊരു സങ്കോചവുമില്ല. ഈ അടുത്തിടെ നമ്മൾ സംപ്രേഷണം ചെയ്തൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഭാര്യയുടെ പടം വെച്ച് സോഷ്യൽ മീഡിയകളിൽ അവർ ഒരു ബംഗാളിയോടൊപ്പം ഒളിച്ചോടി എന്ന് വാർത്ത കൊടുത്തു. നിങ്ങൾ വിചാരിക്കും ഇതൊരു തമാശയായിട്ട് ആളിൽ കാണുമെന്ന്. പലരും എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു, ഭാര്യ എപ്പോഴും വീട്ടിലുണ്ടോ, അതോ ബംഗാളിയോടൊപ്പമാണോ? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സുഖവിവരം അന്വേഷിക്കുമ്പോൾ ചോദിക്കുന്നു, അങ്കിളെ വീട്ടിൽ വിശേഷമുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നെ ഏറ്റവും മുറിവേൽപ്പിച്ചൊരു കാര്യം എന്താണെന്ന് കൂടി ഞാൻ പറയാം. എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകളാണ് കൊട്ടാരക്കരയുള്ളത്. ഞാൻ കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ അഭിമാനിക്കുന്ന ഒരാളാണ്. കൊട്ടാരക്കരയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് മാറാൻ എപ്പോഴും ടെലിവിഷൻ സ്ക്രീനിൽ താല്പര്യം കാണിക്കുന്ന ആളാണ്. കൊട്ടാരക്കരയിൽ നിന്നൊരു ചെറുപ്പക്കാരനും ഇതിൽ പ്രതിയായി. അയാളുടെ വലിയ ക്രിമിനൽ കേസുണ്ട്. കേരളത്തിൽ 18ഓളം ക്രിമിനൽ കേസുകൾ ഈ കാര്യം ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ മലപ്പുറത്തുള്ള ഒരു ഇതിൽ പ്രവർത്തിച്ച ഒരാൾ പോലീസ് അറസ്റ്റ് ചെയ്ത് അയാളെ ഒരു ദിവസം തടവിൽ വെച്ചു, ലോക്കപ്പിലിട്ടു. മറ്റുള്ള ഈ കൊട്ടാരക്കരക്കാരൻ്റെ കേസും പരിഗണനയിലാണ്. ഉടനെ വരും അദ്ദേഹത്തെ. ഞാൻ ഭീഷണിപ്പെടുത്തുകയല്ല. കാരണം കേരളത്തിലെ ഏത് താലൂക്കുകളിൽ നിന്ന് ആക്രമണം വന്നാലും കൊട്ടാരക്കരയിൽ നിന്ന് എനിക്ക് ആക്രമണം വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു മുറിവാണ് ഈ ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അന്തിമമായൊരു നിയമയുദ്ധത്തിന് ഞാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി അറിയണം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സോഷ്യൽ മീഡിയയിലെ സൈബർ ഇടങ്ങളിൽ നടത്തുന്ന അക്രമങ്ങളെക്കുറിച്ച് വ്യക്തിപരമായ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡയറക്ടർ എന്നുള്ള പോലീസിന് കൊടുത്ത നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേ പ്രതികളെ അറസ്റ്റ് ചെയ്തതിനെ തടസ്സപ്പെടുത്താൻ മലപ്പുറത്ത് DYFI പ്രവർത്തകർ പ്രകടനം നടത്തി. എൻ്റെ ഭാര്യ പറഞ്ഞു, ഒരു സ്ത്രീയെ അപഹസിച്ച് വാർത്തകൾ കൊടുത്ത ആളുകളെ പിൻബലം ചെയ്യുന്ന ആളുകളുടെ സമ്മേളനം നടത്താൻ ഞാനില്ലെന്നാണ് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എടുക്കരുത് ദയവീത്. നിങ്ങൾ അവരുടെ മനസ്സിലൊരു മുറിവേറ്റാൽ അതൊന്നും അങ്ങനത്തെ എളുപ്പം പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. നമ്മളൊക്കെ മറന്നുപോകും. ആണി കുത്തിയ കയറാത്ത തൊലിയാണ് എൻ്റേത്. ഞാനത് ശീലിച്ചു കഴിഞ്ഞു. പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർ അത് പാലിക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ അച്ഛൻ തന്നെ മരിച്ചു പോയിട്ട് കുറേ കൊല്ലങ്ങളായി. നാട്ടിൽ മേലില എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ചെറിയൊരു റേഷൻ കടയുമായിട്ടൊക്കെ ജീവിച്ച് എന്നെയൊക്കെ പഠിപ്പിച്ച് ജീവിതം കടന്നുപോയ ഒരാളാണ് എൻ്റെ അച്ഛൻ.
എനിക്കെൻ്റെ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമുണ്ട്. 60-70 കിലോ ഭാരമുള്ള വളരെ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് വന്ന് ജീവിച്ചു പോയ ഒരാളാണ്. ആ ആളിനെ മറുനാടൻ മലയാളി പോലെയുള്ള ആളുകൾ തന്തയ്ക്ക് പറയുമ്പോൾ എനിക്ക് സഹിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ സഹിച്ചു കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും നമ്മുടെ നെറ്റ്വർക്കിൻ്റെയും മുഴുവൻ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ സൈബർ ഇടങ്ങളിൽ നെറുകേട് കാണിക്കുന്ന ആളുകൾ, അത് ഏത് പാർട്ടി ആയാലും, അവർക്കെതിരെ നിയമപരമായ നടപടികളെടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നടപടികൾ ചെയ്യുകയാണ്. ഞാനിത് പറയേണ്ട കാര്യം ഇത് കൊട്ടാരക്കരയിലാണ്ട് ഞാൻ പറയുകയാണ്. ഇതിലൊരു ആൾ, ഇതിൽ പ്രചരിപ്പിച്ചവരിൽ ഒരാൾ ഖത്തറിലുള്ള 2 പേരുണ്ട്. അപ്പോൾ ഈ വിദേശ നാടുകളിൽ സൗദി അറേബ്യയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്ന പാതിരാത്രിക്ക് നമ്മൾ സൈബർ ഇടങ്ങളിൽ എന്തെങ്കിലും എഴുതി വിട്ടാൽ നമ്മളെ ആരും പിടിക്കില്ല എന്നാണ്. വളരെ മണ്ടത്തരമാണ് കേട്ടോ. ഞാൻ ഇന്ത്യൻ എംബസിയിലേക്ക് പരാതി അയച്ചിട്ട് ഈ ഖത്തറിലുള്ള ചെറുപ്പക്കാരനെ എംബസിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ആ ഇന്ത്യൻ എംബസിയിലെ 2ാമത്തെ സെക്രട്ടറി ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ജോലി മിക്കവാറും പോയി കിട്ടും. ആ ക്രിമിനൽ കേസുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാനുള്ള നിയമം നിലനിൽക്കുന്ന ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് നിന്നെ പിടിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞു. ഇപ്പോൾ അയാൾ പ്രശ്നം പരിഹരിക്കാൻ നടക്കുക. അത് എന്നോട് പലരും ചോദിച്ചു. നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ ഒരു സംഭാഷണത്തിൽ ഒരിക്കൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇങ്ങനെ കളയുന്നത്? സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഇങ്ങനെയുള്ള അക്രമങ്ങളെ നിങ്ങൾ എന്തിനാണ് ഗൗരവത്തോടെ കാണുന്നത്? പന്നിക്കൂട്ടത്തോട് ആരെങ്കിലും ഏറ്റുമുട്ടാൻ പോകുമോ? ഞാൻ വിജയേട്ട ഒരിക്കലും അതല്ല. സംസ്ഥാന മുഖ്യമന്ത്രി സൈബർ ഇടത്തിൽ ആക്രമിച്ചാൽ അങ്ങ് ആക്ഷൻ എടുത്തില്ലെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. മുഖ്യമന്ത്രി തെറി വിളിച്ചാലും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന ധാർഷ്ട്യം ആ ചെറുപ്പക്കാരനുണ്ടാകും. അത് അനുവദിച്ചു കൊടുക്കരുത്. അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം പോലീസ് സ്റ്റേഷനുകളിൽ പരാതികളുമായി പോകാൻ ആളുകൾ പഠിക്കും. മുഖ്യമന്ത്രിയെ തെറി വിളിച്ചിട്ടൊന്നും സംഭവിച്ചില്ല, പിന്നെ ഞാൻ പരാതി കൊടുത്തിട്ട് എന്ത് കാര്യം? നിങ്ങളൊരു കാര്യം തീരുമാനിച്ചോളൂ. ഇതിനിടയിൽ തന്നെ പോസ്റ്റുകളൊക്കെ സ്വതന്ത്രമായിടുന്ന ആളുകൾ കണ്ടേക്കാം. അവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ജീവിക്കുന്ന ഡിജിറ്റൽ ലോകത്താണ്. 24-ൻ്റെ കോപ്പിറൈറ്റ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തൊരു ലോഗോ നിയമവിരുദ്ധമായി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. നിങ്ങൾ സംഘബലത്തിൻ്റെയും സംഘടനാബലത്തിൻ്റെയും പേരിലായിരിക്കും ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. പക്ഷേ കോടതിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് കയറി നിൽക്കണം. നമ്മൾ കോടതിയിൽ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുമ്പോൾ പിൻബലത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയും നിങ്ങൾക്കുണ്ടാവില്ല. ഡിജിറ്റൽ ലോകത്ത് തെളിവുകൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അതുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ യുദ്ധം തുടരുകയാണ്. കുറേ ആൾക്കാരിങ്ങനെ തെറി വിളിക്കുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് വിട്ടുകളയാമെന്ന്. പക്ഷേ അവസാനം എൻ്റെ വീട്ടിലേക്ക് കയറി ആക്രമിച്ചപ്പോൾ എൻ്റെ ഭാര്യയെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ലെങ്കിൽ ഭർത്താവിൻ്റെ കുപ്പായിട്ട് നടക്കുന്നതിൽ എന്താണ് അർത്ഥമെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അതുകൊണ്ട് ഞാൻ പോരാട്ടത്തിന് ഇറങ്ങി. അതുകൊണ്ട് കൊട്ടാരക്കരയിലെ ചെറുപ്പക്കാരനും മറുപടി പറയേണ്ടി വരും. അത് കാരണം എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾ കൊട്ടാരക്കരയിലുള്ളവരാണ്. അവർക്ക് തന്നെ അവർ ഈ ചെറുപ്പക്കാരനാണോ എന്നറിയില്ല, ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് കേട്ടോ. നിങ്ങൾ അതുകൊണ്ട് പറയുന്നത് ശ്രീകുണ്ടൻ നായർന്നേ വിളിക്കാറുള്ളൂ. അതായത് നിങ്ങളറിയണം, അമേരിക്കൻ ഫെഡറൽ നിയമം അനുസരിച്ച് ശ്രീകുണ്ടൻ നായർ സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ തെറ്റാണത്, കുറ്റമാണ്. ഗൂഗിളിൽ നിങ്ങളൊരു സാധനം അപ്ലോഡ് ചെയ്താൽ ഒരാളെ ശ്രീകുണ്ടൻ നായർ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് അബദ്ധമാകും. മറുനാടൻ മലയാളിക്ക് 2 ആഴ്ച അയാളുടെ സ്ഥാപനം പൂട്ടി വയ്ക്കേണ്ടി വന്നത് ശ്രീകുണ്ടൻ നായർ എന്ന് പ്രയോഗിച്ചത് കൊണ്ടാണ്. കേരളത്തിലെ അയാളുടെ സ്ഥാപനം 2 ആഴ്ച പൂട്ടിയിടിക്കാൻ കാരണക്കാരായ ഒരാളേ ഉള്ളൂ, അത് ഞാൻ മാത്രമാണ്. എൻ്റെ മകനായിരുന്നു അതിനകത്തെ പ്രേരണ. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പോലെ വലിയ തടിച്ച പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്ത് ഈ ശ്രീകുണ്ടൻ നായർക്ക് ഇങ്ങനൊരു തലമുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് അവനാണ് ഗൂഗിളിൽ പരാതി കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ സൈബർ ഇടങ്ങളിൽ നിങ്ങൾ പാർട്ടി വളർത്താനോ ഒക്കെ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഒരാളിൻ്റെ ഹൃദയം കീറി മുറിക്കാൻ തീരുമാനിച്ചാൽ അയാൾ ഒരു പോരാട്ടത്തിന് തയ്യാറാകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ പറവുകൾ പറന്നു പോകും, സംശയമില്ല. ഞാൻ അതിനെക്കുറിച്ചൊരു ഭീഷണി സ്വരത്തിലല്ല ഞാൻ പറയുന്നത്. ഐഷ പോറ്റി പറഞ്ഞൊരു കാര്യം കേട്ടപ്പോഴാണ് ഞാൻ ഇതൊക്കെ പറയാൻ തോന്നിയത്. ഐഷ പോറ്റി എവിടെയോ പോയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എൻ്റെ ഭാര്യ ഒളിച്ചോടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരോട് കരുണ കാണിച്ചു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. വേണമെങ്കിൽ ഇതും കൂടെ പറയാമല്ലോ, കാണുന്നില്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാനിനി കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങൾക്കറിയുന്നത് പോലെ കേരളത്തിലെ ഒരുവിധമുള്ള ആശുപത്രികൾ, കറിമസാലകൾ, അതുപോലെ പുട്ടുപൊടികൾ, ഇതെല്ലാം തന്നെ കോർപ്പറേറ്റ് ലോകത്തേക്ക് മാറിക്കഴിഞ്ഞു. ആരാണ് കോർപ്പറേറ്റ്? നമുക്ക് ഒരു സ്ഥാപനം നടത്തുന്ന സമയത്ത് നിങ്ങൾക്കറിയുന്നത് പോലെ ഈ കേരളത്തിൽ നിങ്ങൾ കാണുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഭൂരിപക്ഷവും നഷ്ടത്തിൽ കൂപ്പുകുത്തി കിടക്കുന്നവയാണ്. തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് ടെലിവിഷൻ ശൃംഖല. അടുത്ത സമയത്ത്
അർണാബ് ഗോസ്വാമി ഉൾപ്പെടെയുള്ള ആളുകളുമായി ഒരു 10-18 പേരടങ്ങുന്ന ഞങ്ങളുടെ ഒരു സംഘം പ്രധാനമന്ത്രിയെ കണ്ടു. അദ്ദേഹത്തോട് ഞങ്ങൾ ഉന്നയിച്ച ഒരു പ്രധാന പ്രശ്നം, ഇന്ത്യൻ മാധ്യമരംഗത്ത് കോർപ്പറേറ്റ് വൽക്കരണം നടക്കുന്നു, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇല്ലാതാകുന്നു, കോമ്പറ്റീഷൻ ഇല്ലാത്ത ലോകത്ത് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. 1 മണിക്കൂറോളം പ്രധാനമന്ത്രി സംസാരിച്ചു ഇതിനെക്കുറിച്ച്. അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു വലിയ വൻകിട കോർപ്പറേറ്റ് ഒരു ടെലിവിഷൻ ശൃംഖല പണം നിക്ഷേപിച്ച് ടേക്ക് ഓവർ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഒരു നിക്ഷേപകന് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അതിന് സ്വാതന്ത്ര്യമില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു നമ്മളോട്. നമുക്ക് മറുപടി പറയാൻ പറ്റിയില്ല. ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ചൊരു പത്രസ്ഥാപനമോ ഒരു ടെലിവിഷൻ ശൃംഖലയോ അതല്ലെങ്കിൽ വേറെങ്കിലും ഒരു സ്ഥാപനമോ ടേക്ക് ഓവർ ചെയ്യുന്നതിന് ആരെയും തടസ്സപ്പെടുത്താൻ കഴിയില്ല. അത് അവരുടെ വ്യക്തിപരമായ മൗലികമായ സ്വാതന്ത്ര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്കറിയാം, പരസ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു മാർക്കറ്റാണിത്. അപ്പോൾ നികേഷുമൊക്കെ ഒരുപാട് ശ്വാസം മുട്ടിയ ഒരാളാണ് ഈ മാധ്യമത്തിൽ പ്രവർത്തിക്കുമ്പോൾ. ഇത്രയധികം ആളുകൾക്ക് ശമ്പളം കൊടുത്ത് ഈ മാർക്കറ്റിന് താങ്ങാൻ കഴിയാത്ത യന്ത്രങ്ങളൊക്കെ വാങ്ങി വെച്ച് ഈ ടെക്നോളജിയോടൊക്കെ പോരാടി നിലനിൽക്കാൻ എവിടെ നിന്ന് നമുക്ക് പണം കിട്ടും എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. മാത്രവുമല്ല, ഏതാണ്ട് ഇന്ത്യയിൽ വരുന്ന ഏതാണ്ട് 360ഓളം വാർത്താ ചാനലുകളും എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലുകളും ഒക്കെ തന്നെ ഈ പ്രേക്ഷകർ നൽകുന്ന പിന്തുണ കൊണ്ട് മാത്രം നിലനിൽക്കുന്നവരാണ്. എന്നാൽ നമുക്ക് നമ്മുടെ കാലഘട്ടത്തെ വേണമെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറമായി നമുക്ക് രണ്ടായി വേർതിരിക്കാം. ഒന്ന് കോവിഡിന് മുമ്പ്, ഒന്ന് കോവിഡിന് ശേഷം. കോവിഡ് കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? 20 മാസക്കാലം ഈ കൊറോണ എന്ന കൃമികീടത്തിൻ്റെ മുമ്പിൽ നമ്മൾ തകർന്നടിഞ്ഞുപോയി. വീടിനുള്ളിൽ നമ്മൾ അടച്ചിരുന്നു. കുട്ടികൾക്ക് നമ്മൾ സ്മാർട്ട് ഫോൺ വാങ്ങിച്ച് നൽകി. വിദേശ നാടുകളിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ വാങ്ങിച്ച് നൽകിയപ്പോൾ ആവശ്യമില്ലാത്ത അശ്ലീല സൈറ്റുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന സൈറ്റുകൾ മാത്രം നിലനിർത്തിക്കൊണ്ടാണ് ഇത് കൊടുത്തത്. എന്നാൽ നമ്മളുടെ രക്ഷകർത്താക്കൾ വിശാല മനസ്കരായി അവർ ഫോൺ വാങ്ങി കൈ കൊടുത്തു. കുട്ടികൾ പറന്നു തുടങ്ങി. ഇന്നെന്താ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ? കുട്ടികൾ ഒരു അധ്യാപകൻ പറഞ്ഞു പോയാൽ ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന കാലമാണ്. വളരെ സെൻസിറ്റീവായ ഒരു കാലം. MDMAയുടെ അതിപ്രസരം. ഞാൻ ഈയിടെ ഒരു മോർണിംഗ് ഷോയിൽ നിൽക്കുമ്പോൾ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു, നിങ്ങൾ എറണാകുളത്തും തലസ്ഥാന നഗരിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും വണ്ടി കൊണ്ട് നിങ്ങളുടെ വണ്ടിയിൽ തട്ടിയാൽ നിങ്ങൾ ചിരിക്കുക മാത്രമേ ചെയ്യാവൂ, ഒന്നും പറയരുത്. ഗ്ലാസ് താഴ്ത്തി നോക്കരുത്, ഡോർ തുറന്ന് പുറത്തിറങ്ങരുത്. കാരണം അവൻ കൊച്ചു പിച്ചാത്തി വെച്ച് നിങ്ങളെ കുത്തി കയറ്റി കളയും. കാരണം MDMA അടിച്ച് പൂക്കുറ്റിയായി വരുന്നവനായിരിക്കും എതിരെ നിൽക്കുന്നത്. 11 മണി കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിൽ നിന്ന് വണ്ടികളെടുത്ത ആൾ യാത്ര ചെയ്യാൻ നമ്മൾ അനുവദിക്കാറില്ല. ഒരു ഡ്രൈവർ എന്നോട് പറഞ്ഞു, ഞാൻ സൂക്ഷിച്ചാണ് സാർ വണ്ടി ഓടിക്കുന്നത്. നീയല്ലേ സൂക്ഷിക്കുന്നുള്ളൂ, നിൻ്റെ എതിരെ വരുന്നവൻ സൂക്ഷിക്കില്ല. അത് എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ കാലത്തിൻ്റെ ഒരു ആസുര കാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ ആലോചിക്കണം. കേരളത്തിലെ നാഷണൽ ഹൈവേയിൽ ഒരുപക്ഷെ ധനമന്ത്രിയുടെ ശ്രദ്ധയിൽ പോലും പെട്ടിട്ടില്ലാത്തൊരു കാര്യം ഈയിടെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ അന്വേഷണത്തിൽ അയാൾ എന്നോട് പറഞ്ഞു. ഈ നാഷണൽ ഹൈവേയിൽ നടക്കുന്ന പല അപകടങ്ങളും മനഃപൂർവ്വം ചില വില്ലന്മാരുണ്ടാക്കുന്നതാണ്. മോഷ്ടിച്ച് സാധനങ്ങൾ അപകരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മാത്രം വണ്ടിയിൽ കൊണ്ടിടിക്കുക. രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ നമ്മൾ മൈസൂറിലേക്കൊക്കെ യാത്ര ചെയ്ത് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അപകടമുണ്ട്. അത്തരമൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കോർപ്പറേറ്റുകൾ, ഞാൻ ഈ പുളിമാങ്ങയുടെ കാര്യം പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ഒരു ചെറിയ പൈസ കൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ നമ്മുടെ കുടുംബശ്രീ പോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വൻ സംരംഭങ്ങൾ നടത്തുന്ന ആളുകളുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യത കേരളത്തിലുണ്ട്. നിങ്ങൾ കേരളത്തിൽ ഇപ്പം കാണുന്ന മിക്ക സ്ഥാപനങ്ങളും വലിയ കമ്പനികൾ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ വേണം നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളെയും നമ്മൾ കാണുന്നത്. ഞാൻ പ്രകാശ് ജാവദേക്കറെ കണ്ട കാര്യം പറഞ്ഞല്ലോ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ വാർത്താവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, അത് നികേഷിനൊക്കെ വളരെ അടുത്തറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിലെ എല്ലാ വാർത്താ ചാനലുകളും ഇന്ത്യയിലെ എല്ലാ ടെലിവിഷൻ സംരംഭങ്ങളും നിയന്ത്രിക്കുന്നത് വാർത്താവിതരണ വകുപ്പിൻ്റെ ലൈസൻസ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ അവരുണ്ടാക്കുന്ന ചില നിയമങ്ങളൊക്കെ നമുക്ക് ബാധകമാണ്. ഡിജിറ്റൽ വാർത്താ പ്രക്ഷേപണം വന്നതോടെ നമ്മുടെ വാർത്താ രംഗത്ത് വലിയ കലാപം ഉണ്ടായിരിക്കുക. ഒരാൾ വീട്ടിലിരിക്കുമ്പോൾ അയാളുടെ ഏകാന്തമായ ജീവിതയാത്രയിൽ
ഏതെങ്കിലും ഒരു വാർത്ത ഇടണമെന്ന് തോന്നിയാൽ എപ്പോൾ അയാൾക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ നിന്ന് യൂട്യൂബ് കൊണ്ടുപോകുന്ന പണം കേട്ടാൽ നമ്മുടെ 5 പഞ്ചവത്സര പദ്ധതികളുടെ പണം ഉണ്ടാകും. നമ്മളുടെ വാർത്തകളെക്കുറിച്ചോ നമ്മൾ അശ്ലീലമായ പോസ്റ്റ് ഇട്ടതിൻ്റെ പരാതികളോ ഗൂഗിൾ കമ്പനിക്ക് അയച്ചാൽ പലപ്പോഴും പ്രതികരണങ്ങൾ വരാറില്ല. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ഇന്ത്യക്കാർ ഇതൊക്കെ അടിച്ചുകൊണ്ട് അവർക്കെന്താ പ്രശ്നം? അവർക്ക് അവരുടെ വരുമാനത്തിൽ ഇടിവ് വരാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ഈ സൈബർ പരാതികളുമായിട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നിരാശ തോന്നുന്നത് ഒരുപാട് കടമ്പകൾ ഇതേപോലെ കടക്കേണ്ടി വരും. ആളുകൾ പാതി വഴിക്ക് വെച്ചിട്ട് അവസാനിപ്പിച്ച് മടങ്ങിപ്പോകും. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിയമവ്യവസ്ഥ നൽകുന്ന എല്ലാ അവകാശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് സാഹചര്യമുണ്ട് ഇന്ത്യയിൽ. ഈ കോർപ്പറേറ്റ് വൽക്കരണം മാധ്യമത്തിൽ നടക്കുന്നത്, എന്നോട് നിങ്ങളിപ്പോൾ നാളെ വന്നിട്ടൊരു വലിയ കോർപ്പറേറ്റ് ചോദിക്കുകയാണ്, നിങ്ങളിൽ നിന്ന് ഇത് മുക്തി നേടിത്തരാം, ഈ ചാനൽ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടെന്നേ പറയൂ. കാരണം ഇത്രയും അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന കോർപ്പറേറ്റുകൾ അടക്കി വാഴാൻ ശ്രമിക്കുന്ന ഇന്ത്യ പോലൊരു രാജ്യത്ത്, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾക്കൊരിക്കലും നമുക്കറിയില്ല, ഒരു ടെക്നോളജി നൽകുന്ന ഒരുപാട് സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഓൺലൈൻ ഇപ്പം നമ്മുടെ ഏറ്റവും ഒരു സുഖകരമായ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ, ഇപ്പം ഞാനും നികേഷും ഞങ്ങൾ 5-6 പേരോട് ഒരിക്കൽ തീരുമാനിച്ചാൽ കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ വാർത്തകൾ സംസ്കരിക്കാമായിരുന്നു, വാർത്തകൾ മൂടി വയ്ക്കാമായിരുന്നു. എന്നാൽ ഇന്നത് സാധ്യമേ അല്ല. നമ്മൾ ഏതെങ്കിലും വാർത്ത മൂടി വെച്ചാൽ അടുത്ത നിമിഷം ആ വാർത്ത ഏതെങ്കിലും ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളിൽ വരും, അല്ലെങ്കിൽ ആരെങ്കിലും ഒറ്റയ്ക്ക് പോസ്റ്റ് ചെയ്യും. ഓരോ വ്യക്തിയും ഓരോ പൗരനും പ്രക്ഷേപകനാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ടെക്നോളജിയിലേക്ക് നമ്മൾ മൂക്കുകുത്തിയതിനു ശേഷം, സാങ്കേതിക സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായതിനു ശേഷം, ഞാനൊരിക്കൽ ലുലു മാളിൻ്റെ കൊച്ചിയിലെ അവരുടെ മാളിന് മുന്നിലൂടെ നടന്നു പോകുമ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, താങ്കൾക്ക് താല്പര്യമുള്ള ഉടുപ്പുകളെല്ലാം ഈ മാളിനകത്തുണ്ടെന്ന്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സംവിധാനം ഉപയോഗിച്ച് എൻ്റെ ടേസ്റ്റ് അറിയുകയാണ്. നിങ്ങൾ വീട്ടിൽ മൊബൈൽ ഫോൺ സംസാരിച്ചതിന് ശേഷം മേശപ്പുറത്ത് വയ്ക്കല്ലേ, ഏതോ അവണാകുഴിയിലിരുന്ന് ആരോ നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടാകണം. കാരണം ഞാൻ അല്പം മുമ്പായിരുന്നു ഒരു ഷർട്ടിനെ കുറിച്ച് സംസാരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മെസ്സേജ് വന്നു, ഈ ഷർട്ട് ഇവിടെ ഉണ്ടെന്ന്. ഞാൻ മൊബൈൽ വഴിയോ ഇതാരാണ് ഈ പറഞ്ഞു പരത്തുന്നത് എന്ന് നമ്മൾ സംശയിച്ചു പോകും. ഒരു രഹസ്യവുമില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് കോർപ്പറേറ്റുകൾക്ക് ടെക്നോളജി ഉപയോഗിച്ചും സാങ്കേതിക സാധ്യത ഉപയോഗിച്ചും അതുപോലെ പണം ഉപയോഗിച്ചും. ഞാൻ ശരിക്കും ഒരിക്കലും ഒരു നിക്ഷേപകനോ സംരംഭകനോ ഒരു ടെലിവിഷൻ ചാനൽ നടത്തുന്ന ആളോ ആകാൻ ഒരിക്കലും ആഗ്രഹിച്ച ആളല്ല. ജീവിതത്തിലെ ചില പ്രത്യേക യാത്രയിൽ നമ്മളവിടെ ചെന്ന് പെട്ടുപോയതാണ്. പക്ഷെ ഞാൻ വലിയ കോർപ്പറേറ്റുകളോട് പല കാര്യങ്ങളും സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. കോർപ്പറേറ്റുകൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവർക്കൊരു രാഷ്ട്രീയമേ ഉള്ളൂ, ഇത് പണത്തിൻ്റെ രാഷ്ട്രീയമാണ്. എനിക്കെത്ര കിട്ടും? ചില സിനിമാ നടന്മാരോട് നമ്മൾ ചെന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് അവർ പെട്ടെന്ന് പറയും. നമ്മൾ പറയുകയാണ്, ഇവിടെ നമ്മൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു ക്യാൻസർ സ്ഥാപനം തുടങ്ങുന്നുണ്ട്, എനിക്കെന്ത് കിട്ടും? അവർ ഉടനെ ചോദിക്കും. കാര്യം സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ അവരുടെ സമയം, വിലപ്പെട്ട സമയം നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അതിനൊരു വിലയുണ്ട്. ആ വില തരാൻ നിങ്ങൾ തയ്യാറാണോ? മറ്റുള്ള കാര്യം പിന്നീട് സംസാരിക്കാം എന്ന് പറയുന്നതിലാണ് കോർപ്പറേറ്റുകൾ 18% പ്രോഫിറ്റ് കിട്ടുന്ന സംരംഭമാണോ നിങ്ങളുടേതെന്ന് ചോദിക്കും. ഈ കോർപ്പറേറ്റുകളെ നമുക്ക് തടയാൻ കഴിയില്ല. പിന്നെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചാൽ, ഈ നാട്ടിലെ പാവങ്ങളായ ആളുകൾക്ക് ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളൊന്നും കിട്ടാതെ പോയ 10,000-കണക്കിന് ജനങ്ങളുണ്ട്. അവരുടെ കണ്ണീരൊപ്പാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യം ഈ പ്രക്ഷേപണ മാധ്യമത്തിലൂടെ ചെയ്യാൻ കഴിയുമോ? അതിനുവേണ്ടിയാണ് ഞാൻ ഒരു സംരംഭം ഉണ്ടാക്കിയിട്ടുള്ളത്. 24 കണക്ട് എന്ന് പറയും. ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരു കുടക്കീഴിൽ നിർത്തി റോബിൻഹുഡൊക്കെ ചെയ്ത പോലെയോ കായംകുളം കുഞ്ചുണ്ണി ചെയ്ത പോലെയോ ഉള്ളവൻ്റെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ഇല്ലാത്തവന് കൊടുക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിലെ പല ജില്ലകളിലും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകനും പ്രക്ഷേപകനും ഒന്നാകുന്ന ഒരു സാഹചര്യം ഈ കോർപ്പറേറ്റ് ലോകത്ത് ശ്വാസം മുട്ടുമ്പോൾ ഈ കോർപ്പറേറ്റുകളുടെ പ്രവർത്തനം കൊണ്ട് നമുക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഒരിക്കൽ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. നികേഷ് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുംബൈയിലിരുന്നൊരു കോർപ്പറേറ്റിൻ്റെ മേധാവി, അയാൾ തീരുമാനിക്കുന്നു കേരളത്തിലെ ഫോളോവേഴ്സ് ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് എന്തിനാണ് പരസ്യം. അയാൾ പറയുന്നു, ഒരു വലിയ ഒരു ഏജൻസിയോട് പറയുന്നു, പരസ്യങ്ങളെല്ലാം നിങ്ങൾ നമുക്ക് തരൂ, എക്സ്ക്ലൂസീവായിട്ട് തരൂ, മറ്റുള്ളവർക്കൊന്നും നിങ്ങൾ പരസ്യം കൊടുക്കണ്ട. അങ്ങനെ തന്നാൽ 50% വാല്യൂ തന്നാൽ മതി നിങ്ങൾ. അവരിലൊരു ഉടമ്പടി ഒപ്പിടാനായിട്ട് പോയതായിരുന്നു. നമ്മൾ പിന്നെ കാല് പിടിച്ചത് തകർത്തതാണ്. ശരിക്കും അത്തരമൊരു ഉടമ്പടി ഒപ്പിട്ടിരുന്നെങ്കിൽ ഫ്ലവേഴ്സ് ഈ ഭൂമുഖത്ത് കാണില്ലായിരുന്നു.
24 എന്നേ 25 ആയി മാറിയെന്നെ. കാരണം പരസ്യങ്ങളില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. നിങ്ങൾ വിചാരിക്കും, പലപ്പോഴും ഈ പ്രേക്ഷകർ ഈ കമൻറ്റ് ബോക്സിലൊക്കെ എഴുതിയേക്കും, കോടികൾ ഉണ്ടാക്കുകയല്ലേടാ എന്ന് ചോദിക്കും. ഇപ്പം ഞാൻ KN ബാലഗോപാൽ നല്ല ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയടാ നിനക്ക് എന്ന് ഉടനെ ചോദിക്കും. പക്ഷെ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? കേരളത്തിലെ വാർത്താ ചാനലുകളിൽ 1 2 അതല്ലെങ്കിൽ കഷ്ടിച്ച് 3ാമത്തെ ചാനലുകൾ മാത്രമേ പരാവരം പോകുന്നുള്ളൂ. ആദ്യത്തെ ചാനൽ പ്രോഫിറ്റിൽ പോകും, 2ാമത്തെ ചാനൽ ഒക്കെയാണ്, 3ാമത്തെ ചാനൽ കഷ്ടിച്ച് രക്ഷപ്പെടും, ബാക്കി ചാനലെല്ലാം കൊടിയ നഷ്ടത്തിലും. അതാണ് എൻ്റർടൈൻമെൻറ്റ് രംഗത്തും വാർത്താ പ്രക്ഷേപണ രംഗത്തും നടക്കുന്നത്. കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. ചിലതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഇയാൾ ഇതൊക്കെ നടന്ന് പൂട്ടിയേച്ച് പൊക്കൂടെ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. രാമപിള്ളയുടെ മോൻ അവിടെ കൃഷി നോക്കി മേലിൽ ഇരുന്നൂടെ നിങ്ങൾ ചിലപ്പോൾ എന്നോട് ചോദിച്ചെന്ന് വരും. പക്ഷേ ഈ ലോകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ, നമുക്ക് ജീവിതയാത്രയിൽ കുറേ കാലം മാത്രമേ മണ്ണിൽ ജീവിക്കാൻ അവസരമുള്ളൂ. ആ അവസരത്തിനിടയിൽ ഒരുപാട് കപടമുഖങ്ങളെ നമുക്ക് കാണാം, നല്ല മുഖങ്ങളെ കാണാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, മൂല്യങ്ങളോട് ആദരവ് കാണിക്കുകയും സത്യസന്ധതയോട് സന്ധിയില്ലാത്ത ആധിപത്യം പുലർത്തുകയും പ്രതിബദ്ധത കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജീവിതം മാധ്യമ ലോകത്ത് വളരെ പ്രയാസമാണ്. ഏറ്റവും അവസാനം നടന്നൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കേന്ദ്ര സ്ഥാപനത്തിലേക്ക് നമ്മളുടെ ഒരു ഉദ്യോഗസ്ഥൻ കയറി ചെല്ലുന്നു. അവിടെ നിന്ന് നമുക്ക് കുറച്ച് പൈസ കിട്ടാറുണ്ട്, ഒരു 50 ലക്ഷം രൂപ കിട്ടാറുണ്ട്. അയാൾ ചോദിക്കുന്നു, ഈ 50 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം, ഒരു 25 ലക്ഷം രൂപ മടക്കി തരുമോ? എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു. 25 കൊടുത്താൽ 25 കിട്ടും. ഞാൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോരെ, നമ്മൾ ആ 50 ലക്ഷം രൂപ നമുക്ക് പിന്നീട് വാങ്ങിച്ചെടുക്കാം, കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു. കൈക്കൂലി വാങ്ങരുത് എന്ന് ഞാൻ എൻ്റെ ഓഫീസിൽ നിർബന്ധം പിടിക്കുന്നുണ്ട്, കൈക്കൂലി കൊടുക്കരുതെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. വലിയ പാടാ കാര്യം. കോർപ്പറേറ്റുകൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ മാസങ്ങളോളം നടന്നാൽ പോലും നമുക്ക് കിട്ടാതെ വരും. കാര്യം അവർ പടി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പടിക്കെതിരെ സമരം ചെയ്യാനൊരു കൊട്ടാരക്കരക്കാരൻ പോയാൽ അത്ര എളുപ്പം രക്ഷപ്പെടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഒരു തിയറിറ്റീഷാവാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യങ്ങളെ മുഴുവൻ അവഗണിച്ച് നാളെ സ്വർഗരാജ്യം വരും എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പറഞ്ഞാൽ ഞാനൊരു ലോക കള്ളനാണ് എന്ന് നിങ്ങൾക്ക് വിധി എഴുതാം. കോർപ്പറേറ്റുകൾ ഉയർത്തുന്ന വെല്ലുവിളികളുണ്ട്. മുകേഷ് അംബാനിയോടും ഗൗതം അദാനിയോടുമൊക്കെ മത്സരിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ തൊലിക്കെട്ടി മാത്രം പോരാ, എല്ലുറപ്പ് മാത്രം പോരാ, ഒരുപാട് പണം വേണം, അതിനുപരി തലച്ചോറും വേണം. അതിനുപരി നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ നേരിടുമെന്നൊരു നിശ്ചയദാർഢ്യം വേണം. ചില ആളുകളൊക്കെ നമ്മോട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തും, കോടതി കയറ്റും, ജയിലിലിടും, പൂയപ്പുര സെൻട്രൽ ജയിലിൽ ഒരു സെല്ല് തനിക്കാൻ ഒരുക്കും എന്നൊക്കെ പറയും. ഞാൻ ഈ അടുത്തിടെ ഒരു സുഹൃത്തിനോട് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഒരു സ്വതന്ത്രനായ ഒരു മാധ്യമപ്രവർത്തകനായിട്ട്, ഒരു അവതാരകനായിട്ട് നിങ്ങൾ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നുവെങ്കിൽ, ഒരു പത്രപ്രവർത്തകൻ്റെ മേലങ്കി നിങ്ങൾ അണിയുന്നുവെങ്കിൽ 10 ദിവസം പൂജപ്പുര സെൻട്രൽ ജയിൽ കിടക്കാനുള്ള മഹാമനസ്കതയും നിങ്ങളുടെ കൂടെ വേണം. അതല്ലെങ്കിൽ ഈ പണിക്ക് ഇറങ്ങരുത്. ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഭയം വരാൻ പാടില്ല. കരിക്കത്തിക്ക് എന്നെ കുത്തിക്കൊല്ലുമെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത്. അയാൾ എഴുതുകയും ചെയ്തു. ഞാൻ അയാളോട് പറഞ്ഞു, രതി കുമാറിനൊക്കെ അറിയാം, മേലിലായിൽ ഒരു പാലത്തിന് സമീപം വെച്ച് എൻ്റെ ശരീരത്തിൻ്റെ ബാക്കിൽ സ്കാപ്പുലാർ റീജിയൻ എന്ന് പറയുന്ന മെഡിക്കൽകാർ പറയുന്ന സ്ഥലത്ത് 2.25 ഇഞ്ച് കടാരി കയറിയിട്ടുണ്ട്. ഒരു 16 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ഞാൻ അതിലേക്ക് പോവുകയല്ല. അപ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു, എനിക്ക് 16 വയസ്സുള്ളപ്പം 2.25 ഇഞ്ച് കടാരി കയറിയിട്ടുണ്ട്. ഇപ്പം 65 വയസ്സായി, ഒരു 4.5 ഇഞ്ച് കടാരി കയറിയാലും ഞാനത് ഫേസ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ കൊട്ടാരക്കരക്കാരുടെ ഒരു രഹസ്യം പറയാം, 2.25 ഇഞ്ച് കടാരി നിങ്ങളുടെ ശരീരത്തെ എപ്പോഴെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ കറിക്കത്തി കണ്ടാൽ നിങ്ങൾ ഓടും. വല്ലാത്ത പേടിയാവും നിങ്ങൾക്ക്. ആ കാര്യം ഈ കുത്തിക്കെട്ടുന്നതും കുത്തഴിക്കുന്നതും ഒക്കെ തന്നെ അന്ന് മൃഗീയമായ രീതിയിലായിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഒരു ഡോക്ടർ അത്യാവശ്യം ചില്ലറ വാങ്ങിച്ചിട്ടാണോന്നറിയില്ല, അതിവേഗം കുത്തിയ സാധനങ്ങളെല്ലാം വലിച്ചൂരുന്നുണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിലെ ഡോക്ടറെ മറക്കില്ല. ഇത് ഞാൻ അയാളോട് പറയുമ്പോൾ എനിക്കറിയാം കത്തി എന്നെ ഭയപ്പെടുത്തുമെന്ന്. പക്ഷെ ഞാൻ അത് അയാളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അയാളുടെ മുമ്പിൽ എനിക്കൊരു ധൈര്യശാലിയാകണമെന്ന് മാത്രമാണ്. നാളെ നമുക്കത് ഇപ്പം നിക്ഷേപകർ, വലിയ കോർപ്പറേറ്റുകൾ നമ്മുടെ സ്ഥാപനത്തിൽ നിക്ഷേപിക്കാൻ വന്നാൽ, അത് ഞാനായാലും കൈരളിയായാലും, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കേണ്ടി വരുമെന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുകയാണ്. അതേസമയം ഒരു കോർപ്പറേറ്റ് ലോകത്ത് അവരോട് മത്സരിച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് നമ്മുടെ സാധാരണക്കാരായ, മറ്റുള്ള അഭിപ്രായം രൂപീകരിക്കുന്ന ആളുകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ കണ്ണീരൊപ്പാൻ, അവരുടെ പ്രശ്നങ്ങൾ അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കാൻ, അവരുടെ കാര്യങ്ങൾ നമ്മുടെ മന്ത്രിമാരോട് പറയുവാനും ഒക്കെ ഉള്ള ഒരവസരം ഞാൻ വിനിയോഗിക്കുന്നുണ്ട്. ധനമന്ത്രി ഇരിക്കുന്നുണ്ട്, ഞാൻ രഹസ്യം പറയുക,
നമ്മുടെ ഓഫീസിൽ ചില ആൾക്കാർ ചില പരാതികൾ അയച്ചു തരും. ഞാൻ ബാലഗോപാലിനെ പോലെ കൃതസ്ഥരായ ആളുകൾക്ക് അത് അയച്ചു കൊടുക്കും. ഒരു വാർത്ത കൊടുക്കാൻ വേണ്ടി വന്നതാണ്, താങ്കളതൊന്ന് ഇടപെട്ടാൽ മതി. സത്യത്തിൽ വാർത്തയ്ക്ക് ഒന്നല്ല, നമ്മളത് പറയത്തില്ല. അപ്പോൾ ഇവരുടെ ഒരു ശ്രദ്ധ അതിലുണ്ടാകും തീർച്ചയായിട്ടും. അങ്ങനെ ആളുകൾ 5ഉം 6ഉം ഈയിടെ MP രാജേഷ് ഇടപെട്ട് ഒരു കേസ് തീർത്തു കൊടുത്തു. 2 കൊല്ലം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിനൊരു നമ്പറിടാൻ നടന്നത് കഴിഞ്ഞില്ല. കാര്യം ആ ഉദ്യോഗസ്ഥന് കൈക്കൂലി വേണം, അതാണ് പ്രശ്നം. അത് പുറത്ത് പുള്ളി പറയുന്നില്ല, അയാൾ പറയുന്ന വയലേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു വലിയ വലിയ ഹോട്ടലിൻ്റെ വയലേഷൻസ് നമ്മൾ ഇഗ്നോർ ചെയ്ത് കൊടുക്കുന്നില്ലേ? അപ്പോൾ അതുപോലെ ഈ സാധാരണക്കാർ ഒരു വീട് വെച്ചപ്പോൾ അയാളുടെ 2 വയലേഷൻ, അദാലത്തിൽ തീരുമാനിച്ച 2 വയലേഷൻ നിങ്ങൾക്ക് ശരിയാക്കി കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. മന്ത്രി ഇടപെട്ടപ്പോൾ ശരിയാക്കി കൊടുത്തു. MP രാജേഷ് അതിൽ വലിയ താല്പര്യം കാണിച്ചു. അപ്പം എനിക്കറിയില്ല, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൺഫ്യൂഷനുണ്ട്. നാളെ ഒരു കാര്യം മാത്രം എനിക്ക് ഉറപ്പ് തരാം, മുകേഷ് അംബാനി വന്ന് എന്നെ വിലക്കെടുക്കാതിരിക്കാൻ എനിക്ക് നോക്കാൻ പറ്റും. അതിനപ്പുറം എന്തെങ്കിലും ഉറപ്പ് പറയാൻ കൊട്ടാരക്കരക്കാരോട് നിർവാഹമില്ല. കോർപ്പറേറ്റുകളോട് മത്സരിക്കുമ്പോൾ നമുക്ക് ഊർജം മാത്രം പോരാ എന്ന് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കണം, കേരളത്തിലെ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളെ സംഘടിപ്പിച്ച് തുടങ്ങിയ സ്ഥാപനമാണ് കൈരളി. അതുപോലെ 10,000-കണക്കിന് ആളുകൾ അണിചേർന്ന് സംഘം ചേർന്ന് മാധ്യമങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കോർപ്പറേറ്റുകളോട് സമരം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും. നികേഷൊക്കെ വാർത്താലോകത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കിയ ആളാണ്. ഒരുപക്ഷെ നിയതമായ ഒരു യാഥാസ്ഥിതിക മോഡലിൽ വാർത്താ പ്രക്ഷേപണം പോകുമ്പോൾ അതിനെതിരെ കയറി നിന്ന ഒരു ചെറുപ്പക്കാരനാണ് നികേഷ് കുമാർ. പക്ഷേ നികേഷ് കുമാർ അന്ന് പ്രവർത്തിച്ച വാർത്താ സാഹചര്യമേ അല്ല ഇന്ന്. നമ്മൾ വല്ലാതെ, നിങ്ങൾ ഒന്ന് മാത്രം അറിഞ്ഞോളൂ, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ 18 മണിക്കൂർ ജോലി ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കൊരു 12 മണിക്കൂർ ജീവിച്ചു മതി 65 വയസ്സിലൊക്കെ. പക്ഷെ അത് കഴിയുന്നില്ല. നട്ടപ്പാതിരേക്ക് നമ്മളെ തേടി വരുന്നത് ടെൻഷൻ പിടിക്കുന്ന കാര്യങ്ങളാണ്. അത് വാർത്ത സംബന്ധിച്ചല്ല, വാർത്തയ്ക്കപ്പുറമുള്ള സാമ്പത്തിക ലോകത്തെക്കുറിച്ച്. അപ്പോൾ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഇനി നീട്ടുന്നില്ല. മറ്റൊരവസരത്തിൽ നമുക്ക് വിശദമായിട്ട് ഈ കോർപ്പറേറ്റുകളുടെ രഹസ്യം പറയണമെങ്കിൽ നമ്മളൊരു ക്ലോസ്ഡ് റൂമിലിരുന്ന് സംസാരിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു പബ്ലിക് വേദിയിൽ നിന്ന്, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള 2-3 സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ നമ്മൾ വിളിച്ചു പറയുന്ന പക്വതയില്ലായ്മയാണെന്ന് ആളുകൾ പറയും. എന്നാൽ അത്തരമൊരു പരാതി എന്നെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം ഉയർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഈ കോർപ്പറേറ്റ് ലോകത്തിനെതിരെ നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക. അത് മാധ്യമത്തിൽ മാത്രമല്ല, ഒരുപാട് മേഖലകൾ ഉണ്ടാകുന്ന കോർപ്പറേറ്റ് വൽക്കരണം. ഈ ആശുപത്രികളിലൊക്കെ കോർപ്പറേറ്റ് വരുന്നാൽ ഉണ്ടാകുന്ന അപകടം കൂടി ഞാൻ പറയാം. കേരളത്തിലെ ഒരു ആശുപത്രിയിൽ സാധാരണ രോഗികൾക്കും നഴ്സുമാർക്കും കുറച്ചുകൂടെ വിട്ടുവീഴ്ച കൊടുക്കണമെന്ന് ഞാൻ ഒരാളോട് പറഞ്ഞു. അദ്ദേഹം അടുത്ത ആഴ്ച തന്നെ അവിടുത്തെ ശമ്പളം കൂട്ടി. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ബില്ലിൽ അദ്ദേഹം 25% വർദ്ധിപ്പിച്ചു. എല്ലാ രോഗികൾക്കും ബില്ലടിച്ചു കൊടുക്കുന്നത് 25% കൂട്ടി. അതൊരു കോർപ്പറേറ്റ് സ്വഭാവമാണ്. ലാഭേച്ഛയാണ് അവരുടെ മുഖ്യ ലക്ഷ്യം എന്ന് തിരിച്ചറിയുക. അപ്പം നമുക്ക് ആശുപത്രികളൊക്കെ പോകുമ്പോഴും കോർപ്പറേറ്റുകൾ നടത്തുന്ന മറ്റുള്ള സംരംഭങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ പുല്ലൂർ ഗവൺമെൻറ് ആശുപത്രിയൊക്കെ വളരെ നന്നായി നടക്കുന്ന ഒരു ആശുപത്രിയാണ്, നിങ്ങൾക്കറിയാം. അവിടെ എത്ര പേര് പോകുന്നുണ്ട്. അപ്പോൾ കൊട്ടാരക്കരയിലെ കാര്യം എനിക്ക് കാര്യമായിട്ട് അറിയില്ല, ഇവിടുത്തെ ആശുപത്രി എങ്ങനെയാണെന്ന്. അപ്പോൾ പക്ഷേ നമ്മൾ എന്താ സംഭവിക്കുന്നത്, സ്റ്റാൻഡ് ബൈ ആയിട്ട്, ബൈസ്റ്റാൻഡർ നമ്മൾ വിളിക്കുന്ന സ്റ്റാൻഡ് ബൈ ആയി നടക്കുന്ന ആളുകൾക്ക് സൗകര്യം കിട്ടില്ല എന്നതിൻ്റെ പേരിൽ സർക്കാർ ആശുപത്രികളിൽ നമ്മൾ പോകാൻ മടിക്കും. ഇത്രയും പരിണതപ്രജ്ഞരായ, പരിചയസമ്പന്നരായ, വിദഗ്ധരായ ഡോക്ടേഴ്സ് ഉള്ള സ്ഥലത്ത് നമ്മൾ പോകുന്നില്ല. അതിനപ്പുറത്തൊരു കോർപ്പറേറ്റ് നടത്തുന്ന വലിയൊരു 5 നക്ഷത്ര ആശുപത്രി ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കയറിപ്പറ്റും. അതാണ് നമ്മുടെ ഒരു രീതി. നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക. കാരണം ഈ ജീവിതം നമ്മൾക്ക് മുന്നിൽ ഉയർത്തുന്ന, ഒരുപക്ഷെ ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങളെന്ന് പറയുന്നത് കഴിഞ്ഞ 60 കൊല്ലക്കാലത്തിലുണ്ടായതിനേക്കാളും വലുതാണ്. ഒരപകടം കൂടി കാത്തിരുന്നുള്ളൂ. ഇനി അടുത്ത 5 കൊല്ലക്കാലം ഒരുപക്ഷെ കഴിഞ്ഞ 300 കൊല്ലത്തിലുണ്ടായ മാറ്റങ്ങളെക്കാളും വലുതാണ്. സാങ്കേതിക സാധ്യതകൾ അങ്ങനെ വരികയാണ്. അണുബോംബ് ഇടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ചിലപ്പം AI ആകുന്ന കാലമായിരിക്കും വരാൻ പോകുന്നത്. അപ്പോഴേക്കും നമ്മളൊക്കെ യാത്രയാകും എന്നൊരു ആശ്വാസമേ നമുക്കുള്ളൂ. നമുക്കിനിയും കാണാം. ഓക്കെ, ബൈ.